Good morning. Sound and PPT okay ಅಲ್ಲ? Okay, ma'am. Okay.
Hello, good morning to all. Okay. So we'll start the class. In the last class, we have studied about critical section problem. Okay. What is critical section problem? Okay. So what is a critical section? Actually, it is a shared area. Or shared variable or shared data in that data resides in a critical section. So if a process want to perform some task, they have to enter the critical section. They can perform the task and they can exit. This is the condition. So we have provided three solutions for critical section, that is mutual exclusion, progress and bounded waiting. Okay, so normally how the critical section code is handled in operating system. Okay, in operating system there are two approaches, preemptive and non-preemptive. Okay, preemptive means allow the preemption of process. You have studied the algorithms, preemptive algorithms. Okay, allowing preemption of process when running in kernel mode. And non-preemptive is run until it exit. Okay, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ എന്ത് ചെയ്യുക, റൺ ചെയ്യുക. ദാറ്റ് ഇസ് നോൺ പ്രീംറ്റീവ്. സോ ആക്ച്വലി പ്രീംറ്റീവ് വേർഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ്. ഓക്കെ, പ്രീംറ്റീവ് ആണ്, കാരണം കുറെ കൺസിഡറേഷൻ നമ്മളതിൽ നോക്കാനുണ്ട്. സോ പ്രീംറ്റീവ് വേർഷൻ ആണ് എപ്പോഴും എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ട് ആയിട്ട് ഉണ്ടാവുക ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏർലിയർ വേർഷൻസ് ഓഫ് വിൻഡോസ് ആൻഡ് ഓൾ സപ്പോർട്ട് നോൺ പ്രീംറ്റീവ് വേർഷൻ. ഓക്കെ, സോ a solution, okay, a solution to a software based solution to a critical section problem ആണ് പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സൊല്യൂഷൻ, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഫോർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ? നമുക്കൊരു ഷെയർഡ് ഡാറ്റ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ ആക്സസ് ചെയ്യാം, ഓക്കെ, എങ്ങനെ എന്താണ് ഡാറ്റ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി a two process solution. രണ്ട് പ്രോസസ്സിന് മാത്രമാണ് ഈ സൊല്യൂഷൻ ആപ്ലിക്കബിൾ. ഓക്കെ, ഇഫ് ദർ ആർ two process, okay, those if they want to access the critical section, okay, then Peterson solution can be applied. Two process solution ആണ്, രണ്ട് പ്രോസസ്സിന്റെ കേസിൽ മാത്രമാണ് ഈ പീറ്റേഴ്സൺ സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. Okay, so Peterson solution is a software solution, okay, to the critical section problem. Okay, so here there are two shared variables, okay, turn and flag. Okay, ഈ ഒരു കോഡില് നമുക്ക് രണ്ട് വേരിയബിൾസ് ആണ്, രണ്ട് പ്രോസസ് ഉണ്ട്, രണ്ട് പ്രോസസ്സിന്റെ സൊല്യൂഷൻ ആണ്, രണ്ട് പ്രോസസ് ഉണ്ട്, ആൻഡ് ദേ ഷെയർ സം വേരിയബിൾസ്. ഏതൊക്കെ വേരിയബിൾസ് ആണ്? ടേൺ ആൻഡ് ഫ്ലാഗ്. Okay, turn is an integer value and flag is a boolean value. Boolean value means it will be either true or false. Okay, then what is turn? Turn endana? Turn indicates who want to enter the critical section. Suppose if there are two processes, okay, P1 and P2, okay, then turn will be 1, 2. Okay, P1 P2 എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ് ഉണ്ട്. ആ രണ്ട് പേരുടെ ഇടയിലാണ് നമ്മൾ പീറ്റേഴ്സൺ സൊല്യൂഷൻ പറയുന്നത്. ഓക്കെ, ദേ ഷെയർ സം ഡാറ്റ. സോ ക്രിട്ടിക്കൽ സെക്ഷനിൽ എങ്ങനെ കൊടുക്കണം, ആരെ കൊടുക്കണം എന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ, ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് പീറ്റേഴ്സൺ സൊല്യൂഷൻ ഫോർ ടു പ്രോസസ് ഓൺലി. സോ അവിടെ നമ്മൾ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്യും, ടേണും ഫ്ലാഗും. അതിന്റെ ടേൺ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹൂസ് ടേൺ ഈസ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ആരുടെ ടേൺ ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ? ഇപ്പൊ P1 ആണെങ്കിൽ P2 എന്നുണ്ടെങ്കിൽ 1, turn equal to 1 means P1 can enter the critical section. Turn equal to 2 means P2 can enter the critical section. Okay, അതാണ് ടേൺ. നെക്സ്റ്റ് എന്താണ്? ഫ്ലാഗ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എറേ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്ലാഗിന്റെ വാല്യൂ ട്രൂ ആവാം, ഫോൾസ് ആവാം. ട്രൂ മീൻസ് ഇറ്റ് ഈസ് റെഡി ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഇഫ് എ പ്രോസസ് ഈസ് റെഡി ഓർ നോട്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫ്ലാഗ് വാല്യൂ. ഫ്ലാഗ് വാല്യൂ ഓഫ് 1, ടു പ്രോസസ് ഉണ്ടെങ്കിൽ ഫ്ലാഗ് വാല്യൂ ഓഫ് 1 ട്രൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് that process is ready to enter the critical section. For flag of 2 true ആണെങ്കിൽ അതിനർത്ഥം second process is ready to enter the critical section. So ready ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഫ്ലാഗ്,
ആൻഡ് ഹൂസ് ടേൺ, ആരുടെ ടേൺ ആണ്, കാരണം രണ്ട് പ്രോസസ് ആണുള്ളത്. ദിസ് ഇസ് എ ടു പ്രോസസ് സൊല്യൂഷൻ. ഓക്കെ, രണ്ട് പ്രോസസ് ആണുള്ളത്. സോ ആരുടെ ടേൺ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ടേൺ എന്ന് പറഞ്ഞ വേരിയബിൾ. സോ ദീസ് ടു ആർ ദ ഷെയർഡ് വേരിയബിൾസ് ഇൻ പീറ്റർസൺ സൊല്യൂഷൻ. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ അൽഗോരിതം ഫോർ ദ പ്രോസസ്. ഒരു പി ഐ എന്ന പ്രോസസ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ എങ്ങനെ ആക്സസ് ചെയ്യാം. സോ അതിന്റെ പീറ്റർസൺ സൊല്യൂഷന്റെ കോഡാണിത്. ഓക്കെ, പീറ്റർസൺ സൊല്യൂഷൻ കോഡ് ഫോർ എ പ്രോസസ് പി ഐ. ഓക്കെ, സോ ഹിയർ നോക്കൂ, ഇപ്പം പി ഐ ഉണ്ട്, പി ജെ, രണ്ട് പ്രോസസ് ആണുള്ളത്. ഓക്കെ, രണ്ട് പ്രോസസ്സിന്റെ ഇടയിൽ മാത്രമേ ഈ അൽഗോരിതം പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് പീറ്റർസൺ സൊല്യൂഷൻ. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, ബട്ട് ദർ ഇസ് സം ലിമിറ്റേഷൻ. എന്താണ്? ടു പ്രോസസ് സൊല്യൂഷൻ ആണ്. സോ പി ഐ ആൻഡ് പി ജെ എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ് ഉണ്ട്. ഓക്കെ, സോ എന്താ ചെയ്യാ, ഇപ്പൊ ഒരു പ്രോസസ്സ് പി ഐ എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഒരു ഷെയർഡ് ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, അവരുടെ ഫ്ലാഗ് എന്താക്കി സെറ്റ് ചെയ്യും, ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദേ ആർ റെഡി ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ദെൻ ടേൺ ഈക്വൽ ടു എന്താക്കും, ജെ ആക്കും. ടേൺ ഈക്വൽ ടു ജെ മീൻസ് നൗ ദേ ആർ, അവർക്ക് എൻ്റർ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ടേൺ ഈസ് ഫോർ ദ പ്രോസസ് ജെ. പി ഐ പി ജെ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. പി ഐ പി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഐ ആൻഡ് പ്രോസസ് ജെ, ടു പ്രോസസ്. ഓക്കെ, സോ എപ്പോഴാണ് ഒരാൾക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്യാൻ പറ്റുക, ഈ വൈൽ ലൂപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു സെമി കോളൻ ഉള്ള വൈൽ ലൂപ്പ് ആണ്, ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ആയിട്ട് കറങ്ങും. ഓക്കെ, ഇപ്പൊ പി ഐ എന്ന് പറഞ്ഞ പ്രോസസ്സ് റെഡിയാണ്. ദാറ്റ് ഈസ് ഫ്ലാഗ് ഓഫ് ഐ ട്രൂ ആണ്, ഫ്ലാഗ് ഓഫ് ഐ ട്രൂ ആണ്. ഓക്കെ, അപ്പോ അതായത് പി ഐ റെഡിയാണ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ റെഡിയാണ്. ടേൺ എന്താക്കി സെറ്റ് ചെയ്തു, ജെ ആക്കി സെറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇഫ് നെക്സ്റ്റ് പ്രോസസ്, ഇഫ് ദ നെക്സ്റ്റ് പ്രോസസ് വാണ്ട് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ, ദെൻ ടേൺ എന്താക്കി സെറ്റ് ചെയ്യാം, ജെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടേൺ ജെ ആക്കി സെറ്റ് ചെയ്യൂ. ഇനി ചെക്ക് ദ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് നോക്കൂ, വൈൽ ഫ്ലാഗ് ഓഫ് ജെ ഈക്വൽ ടു ട്രൂ ആണോ നോക്കി. ഓക്കെ, വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ട്രൂ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫ്ലാഗ് ഓഫ് ജെ മീൻസ് ചെക്കിംഗ് ദാറ്റ് ഫ്ലാഗ് ഓഫ് ജെ ഈക്വൽ ടു ട്രൂ, അതായത് രണ്ടാമത്തെ പ്രോസസ്സ് റെഡി ആണോ ചെക്ക് ചെയ്യും. ആൻഡ് ടേൺ ഈക്വൽ ടു ജെ ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ എന്താണ്, ദിസ് ഇസ് എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് ഓഫ് ഐ, ദാറ്റ് ഫ്ലാഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഷുഡ് ബി സെറ്റ് ടു ഫാൾസ്. ഓക്കെ, കയറുമ്പോൾ ട്രൂ ആക്കി വെക്കുക, ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ സെക്ഷൻ ഇറങ്ങുമ്പോൾ അത് ഫാൾസ് ആക്കി സെറ്റ് ചെയ്യണം. സോ സപ്പോസ് നമ്മൾ പ്രോസസ് ഐ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എല്ലാ പ്രോസസ്സിനും ഇതുപോലത്തെ കോഡ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ രണ്ട് പ്രോസസ്സാണ് ഉള്ളത്, പി ഐയും പി ജെയും. പി ഐ എന്താ ചെയ്യുക, പി ഐ ക്രിട്ടിക്കൽ സെക്ഷനിൽ റെഡി ആണെങ്കിൽ അവരുടെ ഫ്ലാഗ് എന്താക്കി സെറ്റ് ചെയ്യും, ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഇനി ടേൺ എന്താക്കി സെറ്റ് ചെയ്യും, നെക്സ്റ്റ് ആൾക്ക് കൊടുക്കും. ഓക്കെ, ടേൺ നെക്സ്റ്റ് ആൾക്ക് കൊടുക്കുക, നെക്സ്റ്റ് ആൾക്ക് ടേൺ കൊടുക്കും. ഓക്കെ, ടേൺ ഈക്വൽ ടു ജെ ആക്കി സെറ്റ് ചെയ്യും. വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യും. വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യും എന്താണ്, ഫ്ലാഗ് ഓഫ് ജെ ഈക്വൽ ടു ട്രൂ ആണോ നോക്കും. നോ, ഫ്ലാഗ് ഓഫ് ഐ ആണ് ട്രൂ ആയിട്ട് കിടക്കുന്നത്, ഫ്ലാഗ് ഓഫ് ജെ ട്രൂ അല്ല. സോ വൈൽ ലൂപ്പ് ഈസ് റോങ്. വൈൽ ലൂപ്പ് റോങ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. ഓക്കെ, വൈൽ ലൂപ്പ് റോങ് ആണ്, ഫോൾസ് ആയി. സോ ദിസ് പ്രോസസ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഈ വൈൽ ലൂപ്പില് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഫ്ലാഗ് ഓഫ് ഐ ആണ് നമ്മൾ ട്രൂ ആക്കി സെറ്റ് ചെയ്യുന്നത്. കാരണം എന്താ, പി ഐ എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. സോ അവരാണ് റെഡി ആയിട്ടുള്ളത്. സോ ദാറ്റ് ഷുഡ് ബി ട്രൂ. ഓക്കെ, ടേൺ നെക്സ്റ്റ് ആക്ക് കൊടുക്കാം. ടേൺ കൊടുത്തിട്ടും കാര്യമില്ല, അവർ റെഡി ആണെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വൈൽ ലൂപ്പ് ചെക്ക് ചെയ്തു. വൈൽ ലൂപ്പിൽ ഫ്ലാഗ് ഓഫ് ജെ തന്നെ ഫോൾസ് ആയി. ഓക്കെ, ടേൺ ഈക്വൽ ടു ജെ ആണ്, പക്ഷെ ഫ്ലാഗ് ഓഫ് ജെ ഫോൾസ് ആണ്. സോ എന്ത് ചെയ്യും, വൈൽ ലൂപ്പ് എക്സിറ്റ് ആവും. ദിസ് പ്രോസസ്, പി ഐ പ്രോസസ് ക്യാൻ എക്സിക്യൂട്ട് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ആ ഷെയർഡ് ഡാറ്റയുടെ മുകളിൽ അവർക്ക് വർക്ക് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാനോ. ഇപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോഡാണ് ഉണ്ടാവുക. എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എ ഈക്വൽ ടു 11, 12 എന്ത് വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ക്രിട്ടിക്കൽ സെക്ഷനിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലാഗ് ഓഫ് ഐ ഓൾറെഡി ട്രൂ ആയിരുന്നു, ഫ്ലാഗ് ഓഫ് ഐ എന്താക്കി സെറ്റ് ചെയ്യും, ഫോൾസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് യു ഹാവ് ഡൺ ദ ടാസ്ക്, സോ യു ഹാവ് ടു ലീവ്. ഓക്കെ, യു ഹാവ് ടു ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പൊ റെഡി, ഫ്ലാഗ് മീൻസ് ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രോസസ് ഈസ് റെഡി അല്ലെ. ട്രൂ എന്ന് പറയുന്നത് എന്താണ്, റെഡി ആണ് എന്നാണ്. ഫാൾസ് എന്ന് പറയുമ്പോൾ നൗ ഇറ്റ് ഈസ് നോട്ട് റെഡി ടു എക്സിക്യൂട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ. സോ എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. ഓക്കെ, ലീവ് ചെയ്യാം. അങ്ങനെ ലീവ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് എന്ത് ചെയ്യുള്ളൂ, പി ജെ എന്ന് പറഞ്ഞ പ്രോസസ്സിന് കയറാൻ പറ്റുള്ളൂ.
ഓക്കെ. സോ അറ്റ് എ ടൈം എന്താണ്, ഒരു പ്രോസസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ സാമ്പിൾ കോഡ് ഇതാണ്. ഇതേപോലത്തെ കോഡ് പി ജെക്ക് ഉണ്ടാവും. പി ജെക്ക് വരുമ്പോൾ എന്താ വരിക, ഫ്ലാഗ് ഓഫ് ജെ ഈക്വൽ ടു ട്രൂ ആണ്, ടേൺ അവരെന്ത് ചെയ്യും, ഐക്ക് കൊടുക്കും. ഓക്കെ. ദെൻ ഫ്ലാഗ് ഓഫ് ഐ ചെക്ക് ചെയ്യും, ടേൺ ഈക്വൽ ടു ഐ ആണോ ചെക്ക് ചെയ്യും. ഓക്കെ. ഇവിടെ ഐ ഉള്ളിടത്തൊക്കെ എന്തായി മാറും, ജെ ആയി മാറും, ജെ ഉള്ളിടത്ത് ഐ ആയി മാറും. അതാണ് പി ജെന്റെ കോഡ് വരിക. സോ അങ്ങനെ പഠിക്കണ്ട, ജസ്റ്റ് ഒരു സാമ്പിൾ കോഡ് മാത്രം പഠിക്കുക. സാമ്പിൾ കോഡിൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്, ഒരു പ്രോസസ്സ് റെഡി ആണെങ്കിൽ, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ റെഡി ആണെങ്കിൽ അവരുടെ ഫ്ലാഗ് എന്താക്കി സെറ്റ് ചെയ്യുക, ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ടേൺ നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കാം. ഓക്കെ. ടേൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേൺ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ടേൺ ആണ്. ഓക്കെ. എൻ്റർ ആവില്ല, ജസ്റ്റ് ടേൺ കൊടുത്തു എന്നേ ഉള്ളൂ, ചാൻസ് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ. ബട്ട് എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യണം. വൈൽ ലൂപ്പില് അവർ റെഡി ആണോ നോക്കണം, ജെ എന്ന് പറഞ്ഞ പ്രോസസ്സ് റെഡി ആണോ നോക്കണം. അറ്റ് പ്രസന്റ് ഐ ആണ് റെഡി ആയിട്ടുള്ളത്. സോ ജെയുടെ കേസ് ഫോൾസ് ആണ്. സോ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യില്ല. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ സെമികോളൻ വെച്ചിട്ടുള്ള ലൂപ്പാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. ഓക്കെ. സോ ഹിയർ വൈൽ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ പ്രോസസ്സിന് എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. കയറി കഴിഞ്ഞിട്ട് അവർക്ക് എന്താണോ പെർഫോം ചെയ്യേണ്ട ടാസ്ക് അത് ചെയ്യാം. ദെൻ ദേ ക്യാൻ ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ബൈ അസൈനിങ് ഫ്ലാഗ് ഓഫ് ഐ ഈക്വൽ ടു ഫോൾസ്. ഓക്കെ. ഫ്ലാഗ് ഓഫ് ഐ ഫോൾസ് ആക്കിയിട്ട് പുറത്തിറങ്ങാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടേൺ ആയിരിക്കാണ്, അടുത്ത ആക്കാണ്. സോ അവരുടെ കോഡിൽ എന്താ ഉണ്ടാവുക, ഫ്ലാഗ് ഓഫ് ജെ ട്രൂ ആക്കി വെക്കും. ഓക്കെ. അപ്പൊ ഫ്ലാഗ് ഓഫ് ജെ ട്രൂ ആക്കി വെക്കുമ്പോൾ ദേ ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. സോ ഈ രണ്ട് വാല്യൂ മാത്രം നോക്കിയാൽ മതി, ടേണും ഫ്ലാഗും. ടേൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആരുടെ ടേൺ ആണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി, നെക്സ്റ്റ് ആരുടെ ടേൺ ആണ്. ഫ്ലാഗ് മീൻസ് if a process is ready or not. ഫ്ലാഗിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പ്രോസസ് ഈസ് റെഡി. ഓക്കെ. ഫ്ലാഗ് ഓഫ് ഐ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് പി ഐ ആണ് റെഡി ആയിട്ടുണ്ടാവുക. ഇനി ഫ്ലാഗ് ഓഫ് ജെ ട്രൂ ആണെങ്കിൽ പ്രോസസ് പി ജെ ആണ് റെഡി ആയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പീറ്റർസൺ സൊല്യൂഷന്റെ കോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ദ ഫ്ലാഗ് ടു ട്രൂ, സെറ്റ് ദ ടേൺ നെക്സ്റ്റ് ആക്ക് കൊടുക്കാം. വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യുക. വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഐദർ ഓഫ് ദ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വൈൽ ലൂപ്പ് എക്സിറ്റ് ആവാം. ഓക്കെ. വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ സെക്ഷൻ വർക്ക് ചെയ്യാം. ഓക്കെ. വൈൽ ലൂപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കറങ്ങിക്കൊണ്ട് നിൽക്കും. കാരണം ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്, ലൂപ്പിംഗ് ആ വരിക. ഓക്കെ. അപ്പൊ പി ഐ എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ചെയ്യുമ്പം പി ജെ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. ഓക്കെ. ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കും വെദർ ക്രിട്ടിക്കൽ സെക്ഷൻ ഇസ് ഫ്രീ ഓർ നോട്ട്, ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ ആയോ ഇല്ലയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഇവര് ഫോൾസ് ആവുന്നത്, പി ഐ ഫോൾസ് ആയി കഴിഞ്ഞിട്ട് ലീവ് ചെയ്യുന്നത്, അപ്പം മാത്രം നെക്സ്റ്റ് പ്രോസസ്സിന് കയറാം. ദാറ്റ് ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓക്കെ. സോ ദിസ് ഈസ് ദ ഇംപ്ലിമെന്റേഷൻ കോഡ് ഫോർ പീറ്റർസൺ സൊല്യൂഷൻ. സോ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, പീറ്റർസൺ സൊല്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് എൻ അൽഗോരിതമിക് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. ഇറ്റ് ഈസ് ടു സോൾവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ടു പ്രോസസ് സൊല്യൂഷൻ ആണ്, രണ്ട് പ്രോസസ് തമ്മിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. രണ്ട് പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് പീറ്റർസൺ സൊല്യൂഷൻ. ടു ഷെയർഡ് വേരിയബിൾസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ടേൺ ആൻഡ് ഫ്ലാഗ്. ഓക്കെ. ടേൺ എന്ന് പറഞ്ഞാൽ ആരുടെ ടേൺ ആണ്, ഓക്കെ, ടേൺ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് റെഡി ഓർ നോട്ട്. ട്രൂ ആണെങ്കിൽ റെഡി ആണ്, ഫോൾസ് ആണെങ്കിൽ നോട്ട് റെഡി. ഓക്കെ. അതിന്റെ അൽഗോരിതം, അതിന്റെ സാമ്പിൾ കോഡ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ദിസ് ഇസ് ദ സാമ്പിൾ കോഡ്. ഓക്കെ. ജസ്റ്റ് ഫ്ലാഗ് ട്രൂ ആക്കി വെക്കുക, ടേൺ നെക്സ്റ്റ് കൊടുക്കുക, വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യുക. വൈൽ ലൂപ്പ് ഫോൾസ് ആയി കഴിഞ്ഞാൽ ദേ ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഫ്ലാഗ് എന്ത് ചെയ്യുക, ഫോൾസ് ആക്കി സെറ്റ് ചെയ്യുക. ഫ്ലാഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഫോൾസ് ആക്കി സെറ്റ് ചെയ്യുക ആൻഡ് ദേ ക്യാൻ ലീവ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സ്, രണ്ടാമത്തെ പ്രോസസ്സാണ് പി ജെ. പി ജെക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ. പി ജെ എൻ്റർ ചെയ്യുമ്പം അവരുടെക്കും വൈൽ ലൂപ്പ് റോങ് ആയിട്ട് വരും. ഓക്കെ. റോങ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. ദിസ് ഈസ് ദ പീറ്റർസൺ സൊല്യൂഷൻ ഫോർ ടു പ്രോസസ് സൊല്യൂഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ എന്താണ് പീറ്റർസൺ സൊല്യൂഷൻ എന്നുള്ളത്? ടു പ്രോസസ് സൊല്യൂഷൻ ആണ്. ഓക്കെ. രണ്ട് പേർക്ക് കയറണം എന്നുണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് പീറ്റർസൺ സൊല്യൂഷൻ. ആൻഡ് ഇവിടെ എല്ലാ കാര്യങ്ങളും, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ് എല്ലാം പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ. ഇസ് ഇറ്റ് ക്ലിയർ? അഭിഷേക്, അഖിൽ, അനൂജ, ഫസ്ന, അർപ്പിത്, റാസി,
Okay. അപ്പോൾ ഈ പീറ്റേഴ്സൺ സൊല്യൂഷൻ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടായിരിക്കണം, ദാറ്റ് ഈസ് പ്രിസർവ്ഡ്. ഓക്കെ, പ്രോഗ്രസ് റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ്, ബൗണ്ടഡ് വെയിറ്റിംഗും സാറ്റിസ്ഫൈഡ് ആണ് ഈ സൊല്യൂഷനിൽ. നമുക്കറിയാം ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ, CS മീൻസ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഇഫ് a process want to enter the critical section, എപ്പോഴേ എൻ്റർ ആവുള്ളൂ? വെൻ PIക്ക് എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്ലാഗ് ഓഫ് J, അതർ പ്രോസസ്സിന്റെ ഫ്ലാഗ് എന്തായിരിക്കണം? ഫോൾസ് ആയിരിക്കണം. അല്ലെങ്കിൽ PIയുടെ ടേൺ എന്തായിരിക്കണം? ടേൺ ഈക്വൽ ടു എന്തായിരിക്കണം? I ആയിരിക്കണം. ഈ ഒരു 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലാഗ്, അതർ പ്രോസസ്സിന്റെ ഫ്ലാഗ് എന്തായിരിക്കണം? ഫോൾസ് ആയിരിക്കണം. ഓക്കെ, അത് ഫോൾസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് കറണ്ട് ആയിട്ടുള്ള ആൾക്ക് കയറാൻ പറ്റുള്ളൂ. എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ പീറ്റേഴ്സൺ സൊല്യൂഷൻ, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ. ഓക്കെ, സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ സെയിം ക്രിട്ടിക്കൽ സെക്ഷൻ കോഡിനെ നമുക്ക് ഹാർഡ്വെയർ ലെവലിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഹാർഡ്വെയർ ലെവലിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദെയർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ലോക്ക്. ലോക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഓക്കെ, ലോക്ക് എന്നുള്ള കേസ് ആണ് നമ്മൾ പറയുന്നത്. ഹാർഡ്വെയർ ലെവൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക? പീറ്റേഴ്സൺ സൊല്യൂഷൻ ഇസ് എ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ. സോ നമുക്ക് റേസ് കണ്ടീഷൻസും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ്വെയർ സൊല്യൂഷൻസ് എന്താണ്? ഓക്കെ, സോ ദ സൊല്യൂഷൻ ഈസ് ലോക്കിംഗ്. ലോക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഒരാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കളയുക, എന്നിട്ട് അയാൾ ഇറങ്ങുമ്പം ലോക്ക് റിലീസ് ചെയ്യുക. ആ ഒരു ഐഡിയ ആണ് ലോക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് കൺസിഡർ എ ക്രിട്ടിക്കൽ സെക്ഷൻ ആസ് എ റൂം. ഒരു റൂം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെൻ യു എൻ്റർ ദാറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ, ലോക്ക് ഇറ്റ്, ആൻഡ് വെൻ യു ലീവ്, നിങ്ങൾ അവിടെ എന്താണോ ടാസ്ക് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഇഫ് യു ആർ അപ്ഡേറ്റിംഗ് ദ വേരിയബിൾ, ഓക്കെ, ഇഫ് യു ആർ റൈറ്റിംഗ് ദ ഫയൽ, എന്താണോ നിങ്ങൾ ഷെയർഡ് ഡാറ്റയുടെ മുകളിൽ ചെയ്യുന്നത്, ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ അൺലോക്ക്. സോ ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ആൻഡ് ഐഡിയ ബിഹൈൻഡ് ഹാർഡ്വെയർ. ഓക്കെ, സോ അതിന് നമുക്ക് യൂസ് ചെയ്യണതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. സോ ബിഫോർ ദാറ്റ് നമുക്ക് നോർമലി യൂണിപ്രൊസസർ സിസ്റ്റത്തിലാണെങ്കിൽ, ദാറ്റ് ഈസ് സിംഗിൾ പ്രൊസസർ ഉള്ള കേസിലാണെങ്കിൽ നമുക്ക് ഇൻട്രപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് കൊടുക്കുക, ഡിസേബിൾ ചെയ്യുക, ഇൻട്രപ്റ്റ് ഡിസേബിൾ ചെയ്യുക, എന്നിട്ട് ഇറങ്ങി കഴിയുമ്പം ഇനേബിൾ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രപ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എന്തൊക്കെ ടാസ്ക് ഉണ്ടോ ദാറ്റ് ഫുൾ ടാസ്ക് ഹാസ് ടു ബി പെർഫോംഡ്. ഓക്കെ, എന്നിട്ട് മാത്രമേ ലീവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും. സോ ഇഫ് എ പ്രോസസ് എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ, അവിടെ എന്ത് ചെയ്യുക? ഇൻട്രപ്റ്റ് ഡിസേബിൾ ചെയ്യുക. ദാറ്റ് ഈസ് വേറെ ഒരു ടാസ്കും അവിടെ പിന്നെ വരാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ത് ചെയ്യാം? ലീവ് ചെയ്യാം. അത് ഇൻട്രപ്റ്റ് എന്നുള്ള ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം ഇൻ സിംഗിൾ പ്രൊസസർ സിസ്റ്റം. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ റൺ ചെയ്യുന്ന കോഡ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇപ്പൊ റൺ ചെയ്യുന്ന കോഡ് എന്താണോ ആ കോഡ് കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്യണം വിത്തൗട്ട് പ്രീംഷൻ. ഓക്കെ, പ്രീംഷൻ അവിടെ വരാൻ പാടില്ല. ദാറ്റ് ഈസ് വേറെ ഒരു ടാസ്കും അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വെൻ ദാറ്റ് ടാസ്ക് ഈസ് ഫിനിഷ്ഡ് വി ക്യാൻ ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ യൂണിപ്രൊസസർ. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് യൂണിപ്രൊസസറിൽ പറ്റും. ബട്ട് മൾട്ടി പ്രൊസസറിന്റെ കേസിൽ ദിസ് ഇസ് എ വെരി ഹെവി ടാസ്ക്. ഈ ഡിസേബിൾ ചെയ്യുക, ഇൻട്രപ്റ്റിനെ ഡിസേബിൾ ചെയ്യുക, ഇനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞ ടാസ്ക് സിംഗിൾ പ്രൊസസറിന്റെ കേസിൽ ഓക്കെ ആണ്. ബട്ട് മൾട്ടി പ്രൊസസറിന്റെ കേസിൽ ഇറ്റ് ഈസ് ഇൻഎഫിഷ്യന്റ്. ഓക്കെ, മൾട്ടി പ്രൊസസർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 പ്രൊസസേഴ്സ് ഉണ്ടാവും. സോ അവരുടെ ഇടയിൽ ഈ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ കേസ്, ഇനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക എന്ന് പറയുന്ന കേസ് പ്രാക്ടിക്കൽ അല്ല. സോ വി ഹാവ് ടു മൂവ് ഓൺ ടു സം അതർ സൊല്യൂഷൻ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻ. സോ അത് യൂസ് ചെയ്യും. സോ ഹാർഡ്വെയർ ടെക്നിക്കിന്റെ ബേസിക് കോൺസെപ്റ്റ് ലോക്കിംഗ് ആണ്. യൂണിപ്രൊസസറിന്റെ കേസിൽ നമുക്ക് ഇൻട്രപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. മൾട്ടി പ്രൊസസറിന്റെ കേസിൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നോക്കണം. സോ നോർമലി ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ പ്രോസസ് വാണ്ട് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഇറ്റ് ഹാസ് ടു എക്വയർ ദ ലോക്ക്. ഓക്കെ, ലോക്ക് കിട്ടിയിരിക്കണം. ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ പെർഫോം ദ ടാസ്ക് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ആഫ്റ്റർ പെർഫോമിംഗ് it has to release the lock. Okay, this is the solution to critical section problem using lock.
ലോക്ക് കോൺസെപ്റ്റ് വെച്ചിട്ട്. നേരത്തെ നിങ്ങൾ പീറ്റേഴ്സൺ സൊല്യൂഷൻ ആണ് പഠിച്ചത്, അവിടെ ഫ്ലാഗും ടേണും വെച്ച് പഠിച്ചു. നെക്സ്റ്റ് ലോക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഹാർഡ്വെയർ ലെവലിൽ വരുമ്പം എന്താണ് ലോക്ക്? ജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ലോക്കിനെ അക്വയർ ചെയ്യണം. അക്വയർ ചെയ്തതിനു ശേഷം യു ഹാവ് ടു റിലീസ് ദ ലോക്ക്. ദീസ് ആർ ദ ടു important thing in the case of lock: acquire and release. Okay, so നമുക്ക് ഹാർഡ്വെയർ സൊല്യൂഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എന്താണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഡ്. ഓക്കെ, ഇതാണ് ഒരു കോഡ്. ഓക്കെ, ടെസ്റ്റ് ബൂളിയൻ, ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ. ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ആക്സെപ്റ്റ് എ ബൂളിയൻ വാല്യൂ. ഒരു ബൂളിയൻ വാല്യൂ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൂളിയൻ വാല്യൂ ആക്സെപ്റ്റ് ചെയ്ത് ദാറ്റ് ഈസ് പാസ്ഡ് ടു ആർ വി, അനദർ ഒരു വേരിയബിളിലേക്ക്, ആർ വി എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് പാസ് ചെയ്യുന്നു. ആൻഡ് ദ ടാർഗറ്റ്, ഓക്കെ, ദിസ് വേരിയബിൾ ഈസ് സെറ്റ് ടു ട്രൂ ആൻഡ് ആർ വി മീൻസ് ഹിയർ ദിസ് വേരിയബിൾ ഈസ് റിട്ടേൺഡ്. ഓക്കെ, ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി വൺ മോർ കോഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കോഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു ബൂളിയൻ വാല്യൂ പാസ് ചെയ്യുന്നു. ആ ബൂളിയൻ വാല്യൂ നിങ്ങൾ ആർ വി എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് വെക്കുന്നു. ഓക്കെ, ദെൻ യു ആർ ചേഞ്ചിങ് ദ ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റ് എന്ന് പറഞ്ഞ ബൂളിയൻ വാല്യൂനെ നിങ്ങൾ ഓൾവേസ് ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. ആൻഡ് റിട്ടേൺ ദ ഒറിജിനൽ ആർ വി എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. സോ നോർമലി ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, see, if a process want to enter the critical section, okay, ഇവിടെ നമ്മൾ ലോക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുക. സോ ലോക്ക് ഈസ് എ ഷെയർഡ് ബൂളിയൻ വാല്യൂബിൾ. ഓക്കെ, ഇപ്പം രണ്ടോ മൂന്നോ പ്രോസസ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ബൂളിയൻ വേരിയബിൾ ആണ് എന്ത്? ലോക്ക്. ബൂളിയൻ വേരിയബിൾ മീൻസ് ഇറ്റ്സ് വാല്യൂ വിൽ ബി ഐദർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആവാം, ഫാൾസ് ആവാം, ബട്ട് ഇനീഷ്യലൈസ്ഡ് ടു ഫാൾസ്. ഫസ്റ്റ് കേസിൽ അത് ഫാൾസ് ആയിട്ട് ഉണ്ടാവാം. ഓക്കെ, ഒരു ലോക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ സെറ്റ് ചെയ്യും, അത് ഷെയർഡ് വേരിയബിൾ ആണ്. ഓക്കെ, ഇനീഷ്യലി അതിന്റെ വാല്യൂ എന്താണ്? ഫാൾസ് ആണ്. അപ്പൊ നോക്കൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കൂ. ഇഫ് എ പ്രോസസ് വാണ്ട് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ, ഓക്കെ, അവർ ഈ കോഡ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. വൈൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് എന്താണ്? ഇനീഷ്യലി ഫാൾസ് ആണ്. ഓക്കെ, ലോക്ക് ഇനീഷ്യലി ഫാൾസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? വൈൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യും. ടെസ്റ്റ് ആൻഡ് സെറ്റ് നമുക്കറിയാം, ഇതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. ഓക്കെ, ടെസ്റ്റ് ആൻഡ് സെറ്റ് ഫംഗ്ഷൻ ഓഫ് ലോക്ക്. ലോക്കിന്റെ വാല്യൂ എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് പാസ്ഡ് ആസ് പോയിന്റർ. ഓക്കെ, നമുക്കറിയാം ഇനീഷ്യലി ഫസ്റ്റ് കേസിൽ ലോക്കിന്റെ വാല്യൂ ഫാൾസ് ആണ്. ഓക്കെ, സോ വൈൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ഫാൾസ് ആണ് പാസ് ആവുക. ഓക്കെ, സോ ഇവിടെ എത്തുന്ന വാല്യൂ എന്താണ്? ബൂളിയൻ വാല്യൂ. ഇറ്റ് ഇസ് എ ഫാൾസ്. ഓക്കെ, അപ്പൊ ഈ ഫാൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. പോയിന്റർ ഒന്നും നോക്കണ്ട, ജസ്റ്റ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഫാൾസ് ആണ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത്. സോ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫാൾസ് ആണ്. ദാറ്റ് ഈസ് പാസ്ഡ് ടു ആർ വി. ഓക്കെ, ആർ വിയിലോട്ട് പാസ് ചെയ്തു. ആൻഡ് എന്താണ് ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താക്കി സെറ്റ് ചെയ്തു? ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി അവിടെ ഫാൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് വന്നത്. നൗ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു ട്രൂ ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, റിട്ടേൺ ആർ വിയിൽ എന്താ ഉള്ളത്? ഓൾറെഡി ഫാൾസ് തന്നെയാണുള്ളത്, അതിനൊരു ചേഞ്ചും വന്നിട്ടില്ല. ശ്രദ്ധിക്കണേ, ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ലോക്ക് ഈസ് എ ഷെയർഡ് വേരിയബിൾ ഇനീഷ്യലൈസ്ഡ് ടു ഫാൾസ്. ഇനീഷ്യലി ഫാൾസ് ആണ്. ഓക്കെ, ഒരു പ്രോസസ് എന്ത് ചെക്ക് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യും. വൈൽ ലൂപ്പിൽ എന്താ ഉള്ളത്? ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനെ കോൾ ചെയ്തു. ഓക്കെ, ഫംഗ്ഷനെ കോൾ ചെയ്തു വിത്ത് പാരാമീറ്റർ ലോക്കിന്റെ വാല്യൂ ഫാൾസ് ആണ്. ഫാൾസ് പാസ് ചെയ്തു. അപ്പൊ ആ ഫാൾസ് എന്നാണ് ഇവിടെ ഉള്ളത് ടാർഗറ്റിൽ. ഓക്കെ, ആ വാല്യൂ ആർ വിയിലോട്ട് പോയി. ഓക്കെ, ടാർഗറ്റ് എന്താക്കി വെച്ചു? ട്രൂ ആക്കി. ടാർഗറ്റ് മാത്രം ട്രൂ ആക്കി വെച്ചു. ആർ വി ചേഞ്ച് വന്നിട്ടില്ല. ഓക്കെ, ആർ വി റിട്ടേൺ ചെയ്യും. ആർ വിയുടെ വാല്യൂ ഫാൾസ് ആണ്. സോ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ ടാർഗറ്റ് ട്രൂ ആണ്, ബട്ട് ആർ വി ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ആർ വി എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുമ്പോൾ വൈൽ ഫാൾസ്, ഇവിടെ മുഴുവൻ ഫാൾസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ആവും. ഓക്കെ, വൈൽ ഫാൾസ് മീൻസ് യു ക്യാൻ എക്സിറ്റ് ഫ്രം വൈൽ ലൂപ്പ്. ദിസ് ഈസ് എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. വൈൽ ലൂപ്പിന്റെ കൂടെ സെമി കോളൻ ഉണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻഡെഫിനിറ്റ് ലൂപ്പ്. സോ വൈൽ ലൂപ്പ് പുറത്ത് വരും. ആ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് എന്ത് ചെയ്യുക? ഫാൾസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ചെയ്യുമ്പം, ഓക്കെ, വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ ക്രിട്ടിക്കൽ സെക്ഷൻ ദ ലോക്ക് വിൽ ബി 1. ലോക്ക് എന്താക്കി സെറ്റ് ചെയ്യും? 1 ആക്കി സെറ്റ് ചെയ്യും.
so that no other process can enter the critical section. Okay, when that process leaves, process critical section leave ചെയ്യുമ്പം ലോക്ക് എന്താക്കി സെറ്റ് ചെയ്യും, ഫോൾസ് ആക്കി ചെയ്യും. ഓക്കെ, അതായത് ലോക്കിന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റും. ഓക്കെ, ലോക്കിന്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ദാറ്റ് ഈസ് ഫോൾസ് എന്ന് പറഞ്ഞാൽ 0. ലോക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഓക്കെ, ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ലോക്കിന്റെ വാല്യൂ 1 ആക്കും. ലോക്കിന്റെ വാല്യൂ 1 ആക്കിയിട്ടാണ് കയറുക. ഓക്കെ, 1 ആക്കിയിട്ട് കയറും, സോ ദാറ്റ് നോ അതർ പ്രോസസ് ക്യാൻ എൻ്റർ. ലോക്ക് 1 ആണെങ്കിൽ അതിനർത്ഥം സം പ്രോസസ് ഈസ് ദെയർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, എന്നിട്ട് ആ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെയും ലോക്കിന്റെ വാല്യൂ എന്താക്കും, 0 ആക്കും. ഇതാണ് ചെയ്യുന്നത് ഈ കോഡ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. ലോക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ കയറാം. ഓക്കെ, ആ പ്രോസസ്സിന് കയറാം. ആ പ്രോസസ്സ് കയറുമ്പോൾ എന്ത് ചെയ്യും, ലോക്കിന്റെ വാല്യൂ 1 ആക്കും. കാരണം വേറൊരാൾക്കും എൻട്രി കൊടുക്കാൻ പാടില്ല. 1 ആക്കും. 1 ആക്കിയിട്ട് അവർ ടാസ്ക് പെർഫോം ചെയ്യും. എന്നിട്ടോ ലീവ് ചെയ്യുമ്പോൾ പിന്നെയും അവരെന്ത് ചെയ്യും, 0 ആക്കും. 0 ആക്കിയ അതർ പ്രോസസ്സിന് കയറാം. ഇതാണ് ബേസിക് ഐഡിയ. ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഒരാൾ കയറുമ്പം ലോക്ക് വാല്യൂ ചെക്ക് ചെയ്യും. ദാറ്റ് ലോക്ക് ഈസ് ഫോൾസ്, ലോക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ ദാറ്റ് പ്രോസസ് ക്യാൻ എൻ്റർ. എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ലോക്കിന്റെ വാല്യൂ 1 ആക്കും. അത് ലോക്ക് ചെയ്ത് കളയും. ഓക്കെ, 1 ആക്കും. 1 ആക്കി കഴിഞ്ഞാൽ വേറെ ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും, ലോക്കിനെ റിലീസ് ചെയ്യും. അതായത് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കിന്റെ വാല്യൂ ഫോൾസ് ആക്കും. ഫോൾസ് ആക്കുക പറഞ്ഞാൽ റിലീസ് ചെയ്യും. റിലീസ് ചെയ്താൽ മാത്രമേ ആ ലോക്കിനെ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കോൺസെപ്റ്റ്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ 2 കോഡ്. ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ കോഡ് ഇതാണ്. ഒരു പ്രോസസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ബേസിക് ഓഫ് ടെസ്റ്റ് ആൻഡ് സെറ്റ് മനസ്സിലായോ? ഇതൊരു 3 or 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ്വെയർ ലെവലിൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്, ക്ലിയർ ആണോ? കോഡ് ഞാൻ ഒന്നും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് അതിന്റെ തിയറി ഓക്കെ ആണോ? ഓക്കെ ആണോ? അതായത് ഒരു പ്രോസസ്സ് കയറുമ്പം ലോക്കിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. ലോക്ക് ഷുഡ് ബി ഫോൾസ്, ലോക്ക് ഷുഡ് ബി ഫോൾസ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കയറാം. കയറിക്കഴിഞ്ഞാൽ ദേ വിൽ ചേഞ്ച് ദ വാല്യൂ ടു 1. ലോക്കിന്റെ വാല്യൂ 1 ആക്കും. 1 ആക്കിയാൽ നോ അതർ പ്രോസസ് ക്യാൻ എക്സിക്യൂട്ട്. ഓക്കെ, വേറെ ആർക്കും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റില്ല 1 ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അവർ ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോക്ക് വാല്യൂ പിന്നെ എന്ത് ചെയ്യും, 0 ആക്കും. ഇതാണ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ആദിത്യ, അമൽ, അനൈന, അനുജ, അനുപമ, ഋതുൽ, മിഥുൻ, ഷഫീഖ്, പ്രിൻസ്, ഷബിൻ, ഓക്കെ ആണല്ലോ? ഈ 2 കോഡ് ഒന്നും കൂടെ കമ്പയർ ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഒന്നും കൂടെ ആ കണ്ടിന്യൂറ്റി എങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? എപ്പോഴും കയറുമ്പം ലോക്ക് 0, ഓക്കെ, കയറി കഴിഞ്ഞാൽ ലോക്ക് 1 ആക്കും. ദെൻ ഇറങ്ങുമ്പോഴും ലോക്ക് 0 ആക്കും. ഇതാണ് 3 കാര്യം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോക്കിംഗ്. യു ആർ ലോക്കിംഗ് വെൻ എ പ്രോസസ് എൻറ്റേഴ്സ്, യു ആർ ലോക്കിംഗ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 ആക്കുക. ഓക്കെ, ദെൻ യു ക്യാൻ റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ ബാക്ക് ടു 0. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ CV, അഖിൽ K, അമൽ സുരേന്ദ്രൻ, അമിന, അനൈന, അനിരുദ്ധ്, അഞ്ജിത, അനുജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ, ഫസ്ന, ഫാത്തിമ റംഷാദ, ഹൃദുൽ, ജരീഷ്. ഹൃദുൽ ആബ്സെന്റ് ആണോ? ഹൃദുൽ, ജരീഷ്, ഖദീജ ഷിറിൻ, ലിഖിത്, മറിയം, ലിയാന, മിഥുൻ, നാസിർ, റാസി,
Minhaj, okay, Sali, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, okay, wait, Prince Shashi, Rishwin, Ritik, Rohit, Safil, okay, Sankirtana, Sarang, Sevin, okay, Seja, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, absent, Anish, Amal Ravindran. Okay, so absent is Anirudh, Nuha, and Ritik. Okay, Ritik and Anirudh, Nuha. Okay, so evening lab you will be having quiz. Okay, quiz Viva and down shell programming as I have told yesterday. Okay, 2 set of Viva 1 and 2 the basics of shell programming only ആണ്. Okay, 2 sets of Viva നിങ്ങൾക്ക് എഴുതാം. Okay, so thank you.